ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും PSC ടീം ജൂനിയേഴ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ സ്പെഷ്യൽ കാറ്റഗറി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിൻ്റെ മെയിൻസിന് ചോദിച്ച മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമുക്ക് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഇങ്ങനെയുള്ള ഈ യൂണിഫോം പോസ്റ്റിൽ ഈ റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള എല്ലാ കാറ്റഗറി എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് നമുക്ക് വളരെയധികം ആവശ്യമായ ഒന്ന് തന്നെയാണ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക മക്കളെ. എയുടെ 30% ഈക്വൽ ടു ബിയുടെ 20% ആയാൽ A+B=B-A എത്ര? ഓക്കെ ആണല്ലോ. അംശബന്ധത്തിൽ നിന്നും റേഷ്യോയിൽ നിന്നും അതുപോലെ ശതമാനത്തിനെയും കണക്ട് ചെയ്തുകൊണ്ടുള്ളൊരു ചോദ്യമാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യമാണ്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എയുടെ 30% എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഇൻറ്റു 30% എന്ന് പറഞ്ഞാൽ ബിയുടെ 20% ആണല്ലോ. ഓക്കെയാണ്. അതായത് ഇവിടെ അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? A+B=B-A ആണ്. അപ്പോൾ ഇവിടെ എയുടെ 30% എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? A × 30/100 സമം ബിയുടെ 20% എന്ന് പറഞ്ഞാൽ B × 20/100 ആണല്ലോ. എടാ ഇവിടെ എന്ത് സംഭവിക്കും? ഈ 100ഉം അതെ രണ്ട് സൈഡിലും 100 ഡിനോമിനേറ്റർ കിടപ്പുണ്ട്, കോമൺ ആണ്, വെട്ടിക്കളയാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇവിടെ ഒരു 0 ഇവിടെ വെട്ടിക്കളയാനായിട്ട് സാധിക്കും. പിന്നെ മിച്ചമുള്ളത് എന്താണ്? 3 × A = 2 × B എന്നാണ് നമുക്ക് നമ്മുടെ കയ്യിലുള്ളത്. ഇതിനകത്ത് ഞാൻ ഈ ബീനെ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന ഈക്വൽ സൈൻ ഇപ്പോൾ വരുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. A/B = ഇവിടെ ഇതിനെ ഈ 3നെ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ഈ 2ൻ്റെ അടിയിലേക്കാണ് ഇത് വരുന്നത്. ഓക്കെ ആണല്ലോ. A/B = 2/3. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. x/y = m/n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിൻ്റെ ന്യൂമറേറ്ററുകൾ ഈക്വൽ ആയിരിക്കണം. x = m ആയിരിക്കണം, അതുപോലെ തന്നെ y = n ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഈ x/y = m/n എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും മക്കളെ? A = 2 എന്നും B = 3 എന്നും പറയാനായിട്ട് സാധിക്കില്ലേ? ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ A+B എന്ന് പറഞ്ഞാൽ എത്ര വരും? 5 വരും. ഇനി B-A എന്ന് പറഞ്ഞാൽ എത്ര വരും? 3 - 2 1 എന്ന് വരും. അപ്പം A+B=B-A എന്ന് പറഞ്ഞാൽ എത്ര വരും? 5:1 എന്ന് വരും. ഏതായിരിക്കും നമ്മുടെ ആൻസർ? ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ ആൻസർ. ക്ലിയർ ആയോ? നമ്മൾ എങ്ങനെയാണ് ശതമാനത്തിനെയും ആ ഒരു റേഷ്യോനെയും തമ്മിൽ കണക്ട് ചെയ്തതെന്നുള്ള കാര്യം മനസ്സിലായോ? അപ്പോൾ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു വസ്തുതയാണ്. പിന്നെ ഈ ഒരു കാര്യം ഇനിഷ്യലി ചെയ്ത് ഈ ഒരു ആളെ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 40 മിനിറ്റ് കൊണ്ട് മിനിറ്റ് സൂചി എത്ര ഡിഗ്രി തിരിയും? 40 മിനിറ്റ് കൊണ്ട് മിനിറ്റ് സൂചി എത്ര ഡിഗ്രി തിരിയും എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മക്കളെ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കണം. ഒരു മിനിറ്റിൽ നമ്മുടെ മിനിറ്റ് സൂചി 6 ഡിഗ്രി തിരിയും. ഒരു മിനിറ്റിൽ നമ്മുടെ മിനിറ്റ് സൂചി എത്ര ഡിഗ്രി തിരിയൂടാ? 6 ഡിഗ്രി തിരിയും എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? 40 മിനിറ്റിൽ എത്ര തിരിയുമെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്? 40 മിനിറ്റിൽ എടാ ഈ ഒരു മിനിറ്റ് 40 മിനിറ്റ് ആവാൻ എന്ത് ചെയ്യണ്ടേ? 40 കൊണ്ട് ഗുണിക്കുകയല്ലേ ചെയ്യണ്ടേ? അതേ കാര്യം ഈ 6 ഡിഗ്രിക്കും ചെയ്യണം. 40 കൊണ്ട് ഗുണിക്കണം. 6 ഡിഗ്രി ഗുണം 40 എന്ന് പറഞ്ഞാൽ എത്ര വരും? 240 ഡിഗ്രി എന്ന് വരും. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഈ ഒരു കാര്യം ഒരു മിനിറ്റ് സൂചി എത്ര ഡിഗ്രി തിരിയുമെന്ന് കൃത്യമായിട്ട് അറിഞ്ഞാൽ 40 മിനിറ്റിൽ എത്ര ഡിഗ്രി തിരിയുമെന്ന് അറിയാം. ഒരു മിനിറ്റിൽ 60 ഡിഗ്രി ആണെങ്കിൽ 40 മിനിറ്റിൽ എത്രയായിരിക്കും? 40 × 6 ഡിഗ്രി = 240 ഡിഗ്രി. നമ്മുടെ ഈ ഒരു ആപ്പിളിന് 10 രൂപ, അങ്ങനെ 2 ആപ്പിളിന് എത്ര രൂപ? 20 രൂപ എന്ന് പറയുന്ന അതേ ലോജിക്ക് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ ആണോ? സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി, കിട്ടിക്കോളും കേട്ടോ. അടുത്ത ചോദ്യം നോക്കുക. കൂട്ടത്തിൽ ബന്ധമില്ലാത്ത സംഖ്യയെ കണ്ടുപിടിക്കുക. ഇവിടെ നിങ്ങൾ നോക്കുക, എന്തെങ്കിലുമൊക്കെ പ്രത്യേകത കാണുന്നുണ്ടോ? നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും സംഖ്യ ഉണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്ന സംഖ്യ ഉണ്ടോ? ഇവിടെ 225 നിങ്ങൾക്ക് കാണുമ്പം ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്, അല്ലെങ്കിൽ 625 പരിചയമുണ്ടല്ലേ? 225 എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? 15ൻ്റെ സ്ക്വയറാണ് 225. ഓക്കെ ആണല്ലോ. ശരി, ഇനി ഈ 625 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25ൻ്റെ സ്ക്വയറാണ് 625. ഇനി ഈ 361 എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ? 10
19 എന്ന് പറയുന്ന നമ്പറിൻ്റെ സ്ക്വയറാണ്. അപ്പം ഇത് മൂന്നും എന്താണ്? ഒരു സംഖ്യയുടെ സ്ക്വയറാണ്, വർഗ്ഗമാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ എന്ത് വരും? നമ്മുടെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആരായിരിക്കും? തീർച്ചയായിട്ടും 391 ആയിരിക്കും ഒറ്റപ്പെട്ട് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു 15 മുതൽ 19 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ കൃത്യമായിട്ടും ഏറ്റവും കുറഞ്ഞത് അതുവരെ 25 വരെ പഠിച്ചാൽ വളരെ നല്ലത്, അല്ലെങ്കിൽ 15 മുതൽ 19 വരെ ഉള്ളത് വ്യക്തമായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞു. 15ൻ്റെ എന്താണ്? 225. 16ൻ്റെ എന്താണ്? 256. 17ൻ്റെ എത്രയാണ്? 17ൻ്റെ എത്രയാണ്? 289. 18ൻ്റെ എത്രയാണ്? 324. 19ൻ്റെ എത്രയാണ്? 361. ഇത്രയെങ്കിലും വൃത്തിയായിട്ട് പഠിച്ചു വെക്കണം. അപ്പോൾ ആ ഒരു വസ്തുത ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ അടുത്ത് ഈ ചോദ്യം കൃത്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഏത്? കൂട്ടത്തിൽ ബന്ധമില്ലാത്ത സംഖ്യ ഏതെന്നുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പോൾ അത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ 15ാം പദം 35ഉം 35ാം പദം 15ഉമായാൽ പൊതുവ്യത്യാസം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം n-ാം പദം കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? an സമം a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ആണ്. ഓക്കെ ആണല്ലോ? ശരി, ഇത് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നമുക്കിവിടെ എഴുതാം 15ാം പദം എന്ന് പറയുമ്പോൾ എന്താണ്? a15 ആണ് ഈ പറഞ്ഞിരിക്കുന്ന 35. ഓക്കെ ആണല്ലോ? ഇനി A35 എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട്? എത്രയാണ്? 15 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഇവിടെ നിന്ന് നമുക്ക് ഈ നോട്ടത്തിൽ ഇതിൽ നിന്ന് തന്നെ ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കും. ഇപ്പം ഞാൻ പറയാം, എൻ്റെ കയ്യിലൊരു സമാന്തര ശ്രേണിയുണ്ട്. അത് ഞാൻ ഇങ്ങനെ വിളിക്കുന്നു: A1 A2 A3 A4 A5 A6 അങ്ങനെ പോകുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ആരെ കാണുന്നു? A15 കാണുന്നു. കുറേ അങ്ങ് പോയി കഴിയുമ്പോൾ ആരെ കാണുന്നു? A35 കാണുന്നു. പിന്നെ അങ്ങനെ അങ്ങ് പോകുന്നു. ഓക്കെ ആണല്ലോ മക്കളെ? ഈ A1 എന്ന് പറയുന്നത് എന്താണ്? നമുക്കൊരു നിശ്ചിത സംഖ്യയാണ് അല്ലേ? അതിൽ നിന്നാണ് നമ്മൾ സമാന്തര ശ്രേണി തുടങ്ങുന്നത്. അതിൻ്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്ത് പോവും? കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസമായ D ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് അല്ലേ? A2ൻ്റെ കൂടെ D ആഡ് ചെയ്യുന്നു, A3ൻ്റെ കൂടെ D ആഡ് ചെയ്യുന്നു. ഇങ്ങനെ D ആഡ് ചെയ്ത് പോകുന്ന പരിപാടിയാണ് നമ്മുടെ. അങ്ങനെയാണെങ്കിൽ ഈ A2 എന്ന് പറയുന്നത് എന്താണ്? A1 പ്ലസ് D ആണല്ലോ അല്ലേ? A1 പ്ലസ് D ആണ് A2 എന്ന് പറയുന്നത്. A3 എന്ന് പറയുന്നത് എന്താണ് മക്കളെ? A2 പ്ലസ് D ആണ്. അതായത് എന്താണ് നോക്കുക? A2 എന്ന് പറയുന്നത് എന്താണ്? A1 പ്ലസ് D അല്ലേ? A1 പ്ലസ് D പ്ലസ് D. അപ്പോൾ A2 എന്ന് പറയുന്നത് എന്താണ്? A1 പ്ലസ് 2D ആണ്. ഓക്കെ ആണല്ലോ? ഇനി അപ്പോൾ A4 എന്ന് പറയുന്നത് എന്താണ്? A3 പ്ലസ് D ആണ്. അല്ലെങ്കിൽ എന്ത് എഴുതാൻ പറ്റും? A1 പ്ലസ് അല്ലേ? A1ൻ്റെ കൂടെ എത്ര തവണ D ആഡ് ചെയ്യണം? 1 2 3 തവണ D ആഡ് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? A4-ലെത്തും. A5 എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും മക്കളെ? നോക്കിക്കേ, A1ൻ്റെ കൂടെ 4 തവണ 1 2 3 4 തവണ D ആഡ് ചെയ്യുമ്പോൾ ഞാൻ എവിടെ എത്തൂടാ? A5-ലെത്തും. A1 പ്ലസ് 4D. ഓക്കെ ആണല്ലോ? ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇവിടെ A2-ൽ നിന്നും A5-ലേക്ക് എത്താൻ വേണ്ടി ഞാൻ വെറുതെ ഒരു കാര്യം നോക്കുകയാണ്. ഞാൻ എത്ര തവണ D ആഡ് ചെയ്തു? നിങ്ങൾ നോക്കിക്കേ, 3 തവണ D ആഡ് ചെയ്തില്ലേ? A2-ൽ നിന്നും A5-ലെത്താൻ വേണ്ടി 1 2 3 അല്ലേ? 3 തവണ D ആഡ് ചെയ്യുമ്പോഴാണ് ഞാൻ എവിടെ എത്തുന്നത്? A2-ൽ നിന്നും A5-ലേക്ക് എത്താൻ വേണ്ടി ഞാൻ 3 തവണ D ആഡ് ചെയ്തു. ഈ 3 എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കിക്കേ നിങ്ങൾ. ഈ 5 മൈനസ് 2 അല്ലേ? 5 മൈനസ് 2 ആണ് ഈ 3 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. A15 നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എത്രയാണ് മക്കളെ? 35. ഇനി A35 നമുക്ക് എത്രയാണ് തന്നിട്ടുണ്ട് മക്കളെ? 15. ഓക്കെ ആണല്ലോ? ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ ആണോ? സെറ്റാണോ? ഇനി നിങ്ങൾ നോക്കിക്കേ, A15ൻ്റെ കൂടെ എത്ര തവണ D ആഡ് ചെയ്താലാണ് ഞാൻ A35-ൽ എത്തുന്നത് നോക്കിക്കേ. അതെന്ത് ചെയ്താൽ മതി? 35 മൈനസ് 15 ചെയ്യുക. എത്ര കിട്ടും? 20 എന്ന് കിട്ടും അല്ലേ? 20 തവണ D ആഡ് ചെയ്യുമ്പോഴാണ് ഞാൻ അവിടെ എത്തുന്നത് A15-ൽ എത്തുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? 20 തവണ ഞാൻ ആഡ് ചെയ്യണം. ഓക്കെ ആണല്ലോ? അതായത് നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം മനസ്സിലായി. എന്താണ് സംഭവം? ഇതാ നോക്കുക, A35 മൈനസ് A15 എന്ന് പറഞ്ഞാൽ 20D ആയിരിക്കും. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അതായത് A15ൻ്റെ കൂടെ 20D നോക്കിക്കേ.
A15ൻ്റെ കൂടെ 20D ആഡ് ചെയ്യുമ്പോഴാണ് ഞാൻ എവിടെ എത്തുന്നത്, A35 എത്തുന്നത്. ഇത് ഷോർട്ട് കട്ടാണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇത് വളരെ വലുതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തോന്നുന്നത്. നിങ്ങൾ സിമ്പിളായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അതാ നോക്കിക്കുക മക്കളെ, A15 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര തന്നിട്ടുണ്ട്, 35 എന്ന് ചോദിച്ച് തന്നിരുന്നു അല്ലേ, പ്ലസ് 20D ആണ് A35 എത്രയാണ് തന്നത്, 15 എന്നല്ലേ. ഇനി 35 ഇപ്പുറം വിടുകയാണെങ്കിൽ 20D സമയം എന്ത് വരും, 15 മൈനസ് 35 എന്ന് വരും. ഓക്കെ ആണോ? ഇനി ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ 20D സമം എത്ര വരും, 15 35 എത്ര വരും, -20. ഈ 20 ഇപ്പുറം എടുക്കുകയാണെങ്കിൽ D സമം -20/20 സമം -1 എന്ന് കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എത്രയായിരിക്കും മക്കളെ, -1 ആയിരിക്കും നമ്മുടെ ആൻസർ. ഇനി അതും വേണ്ട, നിങ്ങൾ നോക്കിക്കേ, A15 നിന്നും A35 യാത്രയാണ്. A15 എത്രയാണടാ, A15 നമുക്ക് ക്വസ്റ്റിന് തന്നിരുന്നത് 35 എന്നാണ്. A35 എത്രയാണ്, 15 ആയി. ഇതിങ്ങോട്ട് പോകുന്തോറും എന്താണ് ചെയ്തത്, കുറയുകയാണ് ചെയ്തത് അല്ലേ, കുറയുക ആണ് ചെയ്തത്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇനി D എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, D എപ്പോഴും നമ്മൾ ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുള്ളൂ. അപ്പോൾ ഈ D എന്ന് അപ്പോൾ കുറച്ച് പോവില്ല, കുറച്ച് സമാന്തര ശ്രേണി വരില്ല. നമ്മൾ D എപ്പോഴും ആഡ് ചെയ്യുള്ളൂ സമാന്തര ശ്രേണിയിൽ. അപ്പോൾ ഈ D പിന്നെ കുറഞ്ഞു വരുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, D നെഗറ്റീവ് ആണെന്നാണ് അർത്ഥം. D നെഗറ്റീവ് ആയിട്ടുള്ള ഒരേ ഒരാളല്ലേ മക്കളെ ഇതിൻ്റെ അകത്തുള്ളൂ, അത് -1 അല്ലേ. അങ്ങനെ പെട്ടെന്ന് നോക്കിയാലും നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. അതായത് സമാന്തര ശ്രേണിയുടെ സഹായമില്ലാതെ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കുന്ന ഒരു ചോദ്യം കൂടിയാണിത്. ഓക്കെ ആണോ? നിങ്ങൾക്ക് കാര്യം പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ ആണല്ലോ? അപ്പോൾ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെ തന്നെ മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. A20 എന്ന് പറഞ്ഞാൽ 16, ഇനി A40 എന്ന് പറഞ്ഞാൽ സേ ഒരു 46. ഓക്കെ ആണല്ലോ? 46 വേണ്ട, 36 ഇരുന്നോട്ടെ. ഓക്കെ, 36. അങ്ങനെയാണെങ്കിൽ പൊതുവ്യത്യാസം കാണാൻ എന്ത് ചെയ്താൽ മതി, ഇവിടെ നോക്കിക്കേ, A20 നിന്നും A40 എത്താൻ എന്ത് ചെയ്യണം, എത്ര ആഡ് ചെയ്യണം, എത്ര തവണ D കൂട്ടണം, 40 - 20, 20 തവണ D കൂട്ടണം. അപ്പോൾ നോക്കുക, A20 കൂടെ 20 തവണ D ആഡ് ചെയ്താൽ എന്ത് കിട്ടുള്ളൂ, A40 കിട്ടുള്ളൂ. ഇനി എന്ത് ചെയ്യണം, ആ വാല്യൂ ഇട്ട് കൊടുക്കണം. 16 + 20D സമം A40 ആയ 36 എന്ന് വരും. അപ്പോൾ 20D സമയം എത്ര കിട്ടും, 36 - 16. ഇതിന് ഇപ്പുറത്തേക്ക് എടുക്കാൻ മേലെ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി എന്ത് വരും, 20D സമം 36 നിന്ന് 16 പോയ എത്ര വരും മക്കളെ, 20 വരും. D എന്ന് പറയാൻ എത്ര വരും മക്കളെ, 20. ഈ 20 ഇപ്പുറം എടുക്കുമ്പോൾ 20/20 സമം 1. ഇങ്ങനെയാണ് പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഈ സൂത്രവാക്യങ്ങളിലേക്ക് ഒരുപാട് ആഴ്ന്നിറങ്ങി പോകേണ്ട ആവശ്യമില്ല. ഇങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്ക് ചിന്തിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ? സെറ്റ് ആണോ? എങ്ങനെയാണ് വരുന്നതെന്നുള്ള കാര്യം പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 2 1/2 + 3 1/3 + 4 1/4. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇവിടെ ഞാൻ ആ ചോദ്യം ഒന്ന് എഴുതുകയാണ്. 2 1/2 + 3 1/3 + 4 1/4. ഇവിടെ ഇത് കാണുമ്പോൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2 1/2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2 + 1/2 എന്നാണ്. ഓക്കെ ആണോ? 3 1/3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 3 + 1/3 എന്നാണ്. ഇനി 4 1/4 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 4 + 1/4 എന്നാണ്. ഇത് ആഡ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യണമെന്നറിയോ? ആദ്യം ഈ സംഖ്യകളിലെ ഈ പൂർണ്ണസംഖ്യകളെ മാത്രം അങ്ങ് എടുക്കുക, അതെല്ലാം ആഡ് ചെയ്യുക. 2 + 3 + 4. ഇനി എന്ത് ചെയ്യുക, ബാക്കിയുള്ള ഫ്രാക്ഷൻസ് ഭിന്നസംഖ്യകളെ എല്ലാം കൂടെ ആഡ് ചെയ്യുക. 1/2 + 1/3 + 1/4. ഇവിടെ നമ്മൾ എന്താ 3 2 5 5 4 9. ഓക്കെ ആണല്ലോ? പെട്ടെന്ന് എഴുതി. ഇനി ഇവിടെ എന്താണ്, ഇതാണ് ആഡ് ചെയ്യേണ്ടത് അല്ലേ. അതിന് എന്ത് ചെയ്യണം, ഡിനോമിനേറ്റർ സെയിം ആക്കണം. അതിന് വേണ്ടി എന്താണ്, LCM ആണ് എടുക്കേണ്ടത്. ഓക്കെ ആണല്ലോ? അതായത് ലസാഗു നമ്മൾ എടുക്കണം. 2 3 4. ഓക്കെ, എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഏറ്റവും ചെറിയ പ്രൈം നമ്പർ എടുക്കുക. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ അതേതാണ് മക്കളെ, 2 ആണ്. ആ 2 വെച്ച് ഇതിനെല്ലാത്തിനും ഡിവൈഡ് ചെയ്യുക. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 വരും. 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ ആ 3 അതുപോലെ തന്നെ എഴുതിയിരിക്കുക. ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഡിവൈഡ് ചെയ്തിട്ട് എഴുതിയാൽ മതി. ഇല്ലെങ്കിൽ ആ സംഖ്യ ഏതാണോ അത് തന്നെ താഴേക്ക് എഴുതുക. 2നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും മക്കളെ, 2 എന്ന് വരും. ഓക്കെ ആണല്ലോ? വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു, 2 കൊണ്ട് ചെയ്യുന്നു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ? ഇവിടെ എന്ത് വരും, ആ 1നെ
2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ല, 1 അതുപോലെ തന്നെ എഴുതി. 3 ചെയ്യാൻ പറ്റുമോ ഇല്ല, 3 അതുപോലെ തന്നെ എഴുതി. 2/2 1 വരും. ഓക്കെ ആണല്ലോ. ഇനി ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഒരേ ഒരു പ്രൈം നമ്പർ 1 3 1 ഒരേ ഒരു പ്രൈം നമ്പർ അല്ലേ കാണുന്നുള്ളത്, ആരാണ് 3. ആ 3യും കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുക. ഇവിടെ എന്ത് വരും, 1 വരും. ഈ 3/3 1 വരും. ഇവിടെ 1 തന്നെ താഴേക്ക് എഴുതി. ഇവിടെ മൊത്തം 1 വന്ന് കഴിയുമ്പോൾ പ്രോസസ്സ് നിർത്താം. അപ്പോൾ ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായിരിക്കും നമ്മുടെ ലസാഗു അല്ലെങ്കിൽ LCM എന്ന് പറയുന്നത്. അതായത് 2 × 2 × 3 2 × 2 4 4 × 3 12 എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇനി നോക്കുക, ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1/2 + 1/3 + 1/4 എന്നുള്ളതല്ലേ. ഈ 2 12 ആവാൻ വേണ്ടി എത്ര കൊണ്ട് ഗുണിക്കണം, 6 കൊണ്ട് ഗുണിക്കണ്ടേ. അതേ സംഖ്യ ഇതിൻ്റെ ന്യൂമറേറ്ററിലും ഗുണിക്കുക. ഈ 3 12 ആവാൻ വേണ്ടി എന്ത് ചെയ്യണം, 4 കൊണ്ട് ഗുണിക്കണ്ടേ. അതേ സംഖ്യ ഇതിൻ്റെ ന്യൂമറേറ്ററിലും ഗുണിക്കുക. 4 12 ആവാൻ വേണ്ടി എന്ത് ചെയ്യണം മക്കളെ, 3 കൊണ്ട് ഗുണിക്കണ്ടേ. അതേ സംഖ്യ ഇതിൻ്റെ ന്യൂമറേറ്ററിലും ഗുണിക്കുക. ഇനി നിങ്ങൾ ആ സംഖ്യ എഴുതുക. അതായത് 9 ഇൻറ്റു എന്നല്ല, ഇവിടെ 9 പ്ലസ് എന്നാണ് ഇത് വരുന്നത് കേട്ടോ. 9 അവിടെ അതുപോലെ തന്നെ ഇരുന്നോട്ടെ. ഇത് 6/12 പ്ലസ് ഇതെന്ത് വരും, 4/12 പ്ലസ് ഇതെന്ത് വരും, 3/12 എന്ന് വരും. 3/12 വിച്ച് ഈസ് ഈക്വൽ ടു 9. 6 4 10 10 3 13/12 ഇങ്ങനെ കിട്ടും. ഓക്കെ ആണല്ലോ. ഇവിടെ 2 രീതിയിൽ ആൻസർ എഴുതാം. ഇവിടെ നോക്കുക, ഇവിടെ ഡിനോമിനേറ്റർ എത്രയാണ് മക്കളെ, 12 ആണ്. ഡിനോമിനേറ്റർ 12 ഉള്ള ഒരേ ഒരാളെ നമ്മുടെ ഈ ഓപ്ഷനിലുള്ളൂ. അതാരാണ്, ഇദ്ദേഹമാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇദ്ദേഹമായിരിക്കും ഉത്തരം. ഇനി കൃത്യമായിട്ട് ആ ഉത്തരം തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, ഇവിടെ 13 എന്ന് പറയുന്നത്, ഇവിടെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഡിനോമിനേറ്ററെക്കാട്ടിലും വലുതല്ലേ. അതായത് 13 എന്ന് പറയുന്നത് 12-നെക്കാട്ടും വലുതാണ്. അപ്പോൾ 13 നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മിക്സഡ് ഫ്രാക്ഷനാക്കി എഴുതാം. അത് വീണ്ടും ഹരിച്ച് അതിനെ നമുക്ക് മിശ്ര ഫ്രാക്ഷനായിട്ട് എഴുതാനായിട്ട് സാധിക്കും. ഒരു തവണ 12 ശിഷ്ട 1. അപ്പോൾ ഇവിടെ നോക്കുക, 1 1/12 എന്ന് എഴുതാം. അപ്പോൾ 9 1 1/12 എന്താ വേണ്ടതെന്നറിയോ, ഈ 2 സംഖ്യകളും കൂടെയാണ് കൂട്ടേണ്ടത്. ഇതിൻ്റെ പൂർണ്ണസംഖ്യകൾ ഇവിടെ 9 പ്ലസ് എന്നാണ് അർത്ഥം. അപ്പോൾ പൂർണ്ണസംഖ്യകൾ തമ്മിൽ കൂട്ടും. 9 1 എത്ര വരും മക്കളെ, 10 1/12 എന്ന് വരും. 10 1/12 ഏതാണ്, നമ്മുടെ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? എങ്ങനെയാണ് ഭിന്നസംഖ്യകളെ ലസാഗു എടുത്ത് കൂട്ടുന്നതെന്നുള്ള മനസ്സിലായോ? സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ ആണല്ലോ. അപ്പം ഇത്രയും പ്രോബ്ലങ്ങൾ ചെയ്തത് വഴി നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. എന്ത് മനസ്സിലായി? എങ്ങനെയാണ് നമ്മുടെ ചോദ്യങ്ങളുടെ ഒരു രീതി വരുന്നതെന്നുള്ളത് അല്ലേ. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടതുപോലെ അത്ര സിമ്പിളായിട്ടൊരു രീതിയിലല്ല. പക്ഷേ നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. കൃത്യമായിട്ട് ചോദ്യങ്ങളെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്ത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും ചോദ്യങ്ങളുടെ ശൈലി മനസ്സിലാക്കിക്കൊണ്ട് ഉത്തരത്തിലേക്ക് എളുപ്പത്തിൽ എത്തുന്ന രീതിയിലേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റിൽ അതൊന്ന് അറിയിക്കണേ. അപ്പോൾ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.